നമസ്കാരം. ന്യൂസ് നൂണിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. RSS നേതൃത്വം ഇടപെട്ടു. പാലക്കാട്ട് BJPയിലെ പൊട്ടിത്തെറി സമവായത്തിലേക്ക്. വിമതയോഗം വിളിച്ച കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ രാജിവെക്കില്ല. കരുതലും കൈത്താങ്ങും പട്ടാമ്പി താലൂക്ക് പരാതി പരിഹാര അദാലത്ത് തുടങ്ങി. അദാലത്ത് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ. നിയമം കർശനമായി പാലിച്ച് പരമാവധി പരാതികൾ തീർപ്പാക്കുമെന്ന് മന്ത്രി MP രാജു. കോതക്കുറിശ്ശിയിൽ SDPI ഷൊർണൂർ മണ്ഡലം കമ്മിറ്റിയുടെ അംബേദ്കർ സ്ക്വയർ പരിപാടി സംഘടിപ്പിച്ചത് ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന തലക്കെട്ടിൽ. ഭരണഘടനയ്ക്ക് നേരെ ഉയരുന്ന വെല്ലുവിളികൾ ശക്തമായി പ്രതിരോധിക്കപ്പെടണമെന്ന് നേതാക്കൾ. വാർത്തകൾ വിശദമായി. പാലക്കാട് BJPയിൽ ഇടഞ്ഞു നിന്നവരെ അനുനയിപ്പിച്ച് RSS നേതൃത്വം. വിമതയോഗം സംഘടിപ്പിച്ച കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ രാജിവെക്കില്ല. പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് വിമതർക്ക് RSS നേതൃത്വം ഉറപ്പു നൽകിയതായാണ് സൂചന. പാലക്കാട്ട് BJPയിലെ പൊട്ടിത്തെറി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവരുടെ രാജിയിൽ കലാശിക്കുമെന്ന സാഹചര്യമെത്തിയപ്പോഴാണ് പ്രശ്നത്തിൽ RSS നേതൃത്വം ഇടപെട്ടത്. RSSന്റെ അനുനയ നീക്കത്തിനൊടുവിൽ പൊട്ടിത്തെറി സമവായത്തിലെത്തി. രാജിവെക്കില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു. പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വൈസ് ചെയർമാൻ E കൃഷ്ണദാസും വ്യക്തമാക്കിയിട്ടുണ്ട്. രാജിയുൾപ്പെടെയുള്ള കടുത്ത തീരുമാനത്തിലേക്ക് പോകരുതെന്നാണ് RSS നേതൃത്വം നൽകിയ നിർദ്ദേശം. RSSന്റെ ഇടപെടലിൽ സമവായത്തിലെത്തുകയും രാജിവെക്കാനുള്ള തീരുമാനം ഉപേക്ഷിക്കുകയും ചെയ്തെങ്കിലും ദേശീയ നേതൃത്വത്തെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിന് ശേഷം വിമതസ്വരമുയർത്തിയ കൗൺസിലർമാർ പ്രത്യേക യോഗം വിളിക്കും. ആ യോഗത്തിന് ശേഷമാകും കൗൺസിലർമാരുടെ തുടർ നടപടി എന്താകുമെന്ന് വ്യക്തമാകുക. സംഭവത്തിൽ പാർട്ടിക്ക് തിരിച്ചടിയുണ്ടാകാത്ത വിധമുള്ള ജാഗ്രതാപൂർണമായ ഇടപെടലാണ് RSS നേതൃത്വം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കരുതലും കൈത്താങ്ങും പട്ടാമ്പി താലൂക്ക് പരാതി പരിഹാര അദാലത്ത് തുടങ്ങി. നിയമം കർശനമായി പാലിച്ച് പരമാവധി പരാതികൾക്ക് തീർപ്പാക്കുമെന്ന് അദാലത്തിൽ ആമുഖമായി മന്ത്രി MP രാജേഷ് പറഞ്ഞു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലാണ് അദാലത്ത്. നിയമങ്ങൾ കാറ്റിൽ പറത്തി പെട്ടെന്ന് പരാതികൾ പരിഹരിക്കാൻ കഴിയില്ല. എന്നാൽ നിയമത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പരമാവധി പരാതികൾക്ക് പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു. നേരത്തെ നൽകിയ പരാതികൾക്കാണ് ഇന്ന് തീർപ്പുണ്ടാക്കുന്നത്. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഓൺലൈനായി സമർപ്പിച്ച പരാതികൾക്കാണ് ഇന്ന് തീർപ്പുണ്ടാക്കുന്നത്. കാരണം വന്ന പരാതികൾ പരിശോധിക്കാൻ ആവശ്യമായ സമയം വേണമെന്നതുകൊണ്ടാണ് നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞത്. ആ പരാതികളുമായി ബന്ധപ്പെട്ട രേഖകൾ, ഫയലുകളെല്ലാം പരിശോധിച്ച് മാത്രമേ ഒരു വ്യക്തമായ തീർപ്പ്, അന്തിമമായ തീർപ്പ് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. എന്നാലും ഇതുവരെ എല്ലാ അദാലത്തുകളുടെയും അനുഭവം നമ്മൾ എത്രയൊക്കെ നിർബന്ധിച്ചാലും ആളുകൾ നേരത്തെ കൊടുക്കാതിരിക്കുകയും അന്നത്തെ ദിവസം കൂട്ടത്തോടെ വരികയും ചെയ്യും. നേരത്തെ 366 പരാതികളാണ് ഓൺലൈനായി ലഭിച്ചത്. ഈ പരാതികളാണ് അദാലത്തിൽ തീർപ്പാക്കുക. പുതിയതായി ലഭിച്ച പരാതികൾക്ക് പിന്നീട് തീർപ്പ് കൽപ്പിക്കും. അടിയന്തര പ്രാധാന്യമുള്ള പരാതികൾ ഇന്ന് തന്നെ തീർപ്പാക്കുമെന്നും അധികൃതർ അറിയിച്ചു. ജില്ലാ കലക്ടർ ഡോക്ടർ ചിത്ര IAS, മുഹമ്മദ് മോസിൻ MLA, ഒറ്റപ്പാലം സബ് കലക്ടർ മിഥുൻ രാജ് IAS, വിവിധ വകുപ്പുകളിലെ ജില്ലാ താലൂക്ക് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന സന്ദേശവുമായി SDPI ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി കോതക്കുറിശ്ശിയിൽ അംബേദ്കർ സ്ക്വയർ സംഘടിപ്പിച്ചു. ഹസൻ ചിയാനൂർ ഉദ്ഘാടനം ചെയ്തു. അംബേദ്കർ സ്ക്വയറിൽ SDPI മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ കുളപ്പുള്ളി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി റഹീം വീട്ടിക്കാട് സ്വാഗതം പറഞ്ഞു. WIM ജില്ലാ വൈസ് പ്രസിഡന്റ് റുഖിയ അലി, SDTU ഏരിയ പ്രസിഡന്റ് ആലിക്കുട്ടി, അനങ്ങനടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അലി, ഷൊർണൂർ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി സിദ്ദിഖ് ഷൊർണൂർ, ട്രഷറർ സാഫിർ മോളൂർ തുടങ്ങിയവർ സംസാരിച്ചു. വർഷങ്ങളുടെ പഴക്കമുള്ള ഇന്ത്യയിലെ സംഘപരിവാരം രാജ്യത്തൊരു ഭരണഘടന ഉണ്ടാക്കപ്പെടുകയാണെങ്കിൽ ആ ഭരണഘടന ഇന്ത്യയിൽ മനുവാദ സിദ്ധാന്തത്തിനനുസൃതമായി ഇന്ത്യയിലെ പൂനൂൽധാരികളായ സവർണ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നിടത്തായിരിക്കണമെന്ന് ശാഠ്യം പിടിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ നിതാന്തമായി പരിശ്രമിക്കുകയും അതിനെ പൊളിച്ചെഴുതുകയും ചെയ്ത ഒരു മനുഷ്യന്റെ പേരാണ് ഡോക്ടർ BR അംബേദ്കർ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാടാനംകുറിശ്ശി ആരഭി കലാസമിതിയുടെ 51ാം വാർഷികവും ഗ്രന്ഥശാലയുടെ 32ാം വാർഷികവും 2 ദിവസങ്ങളിലായി ആഘോഷിച്ചു.
ആഘോഷ പരിപാടികൾ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവും നവാഗത സംവിധായകനുമായ ഫാസിൽ റസാഖ് ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അധ്യാപികയും എഴുത്തുകാരിയുമായ സുധാ തെക്കേമഠം നിർവഹിച്ചു. അതുതന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്, നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഒരു വായനശാല നാടിന്റെ ഹൃദയമായി മാറണമെങ്കിൽ ആ വായനശാലയിൽ നന്നായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതല്ല, അധ്യക്ഷൻ പറഞ്ഞതല്ല ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. അന്ന് ആലിന്റെ ചോട്ടിൽ ഇരുന്ന് കുറച്ചു പേർക്ക് തോന്നിയ ഒരു ചിന്ത എന്നാണ് പറയുന്നത്. ആലിന്റെ ചോട്ടിൽ ഇരുന്നിട്ടാണല്ലോ നമ്മുടെ എന്താ പറയാ ബുദ്ധൻ ബോധോദയത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതുപോലെ ആലിന്റെ ചുവട്ടിലിരിക്കുന്ന പഴയകാല സന്ധ്യകൾ, അതിൽ നിന്നുണ്ടായിരുന്ന ആശയങ്ങളെല്ലാം വലുതായിരുന്നു. അത്തരത്തിലുള്ള ഒരു വലിയ തന്നെയാണ് ഇന്നിവിടെ നിറവേറി നിങ്ങളെല്ലാം ഇങ്ങനെ കസേരകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ധ്യയായി ഇന്ന് മാറുന്നത്. രാവിലെ പതാക ഉയർത്തിയതോടെ ആരബി കലാസമിതിയുടെ 51ാം വാർഷികത്തിന്റെയും ആരബി ഗ്രന്ഥശാലയുടെ 32ാം വാർഷികത്തിന്റെയും ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. വൈകിട്ട് ആരബി അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വാഴയിൽ കുട്ടേട്ടൻ നഗറിൽ വാർഷിക ആഘോഷങ്ങൾക്കുള്ള തിരിതെളിഞ്ഞു. ഗ്രാമീണ നന്മയുടെ 51 വർഷങ്ങൾ പിന്നിടുമ്പോൾ കല, സാംസ്കാരിക, സാമൂഹിക, വിദ്യാഭ്യാസ, പാലിയേറ്റീവ്, കായിക, സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ ഒരു നാടിനെ ഒന്നിച്ചു നിർത്താൻ കഴിഞ്ഞു എന്നത് ആരബി കലാസമിതിയുടെ കൂട്ടായ്മ തന്നെയാണ്. ജനുവരി 25, 26 ദിവസങ്ങളിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ശനിയാഴ്ച വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എം കെ പ്രദീപ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ വാടനാകുറിശി ALP, GLP, ഹയർ സെക്കൻഡറി +1, +2 വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങളും വാടനാകുറിശി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കുള്ള കേഷ് അവാർഡും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ വിതരണം ചെയ്തു. കലാസമിതി സെക്രട്ടറി ശ്രീരജ് ഡിജിറ്റൽ രൂപത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വനിതാവേദി സെക്രട്ടറി ഷിബിന പ്രസാദ്, ബാലവേദി പ്രസിഡന്റ് ശ്രീഹരി എന്നിവർ സംസാരിച്ചു. ആരബി ഗ്രന്ഥശാല പ്രസിഡന്റ് KV ഹരിദാസ് സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം CP രാമൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രദേശത്തെ അംഗൻവാടി കുട്ടികളും ആരബി അംഗങ്ങളും അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. മുരുകൻ കാട്ടാക്കടയുടെ കനൽപ്പൊട്ട എന്ന കവിതയെ ആസ്പദമാക്കി ആരബി വനിതാ അംഗങ്ങൾ അവതരിപ്പിച്ച സ്വതന്ത്ര ദൃശ്യാവിഷ്കാരം വേറിട്ട കാഴ്ച തന്നെ സമ്മാനിച്ചു. മുരുകൻ കാട്ടാക്കടയുടെ കനൽപ്പൊട്ട് എന്ന കവിതയുടെ സ്വതന്ത്ര ദൃശ്യാവിഷ്കാരം അവൾ. കലാപരിപാടികൾ ആസ്വദിക്കാനെത്തുന്ന മുഴുവൻ പേർക്കും പതിവ് പോലെ തന്നെ രാത്രി ഭക്ഷണവും ഒരുക്കിയിരുന്നു. ഞായറാഴ്ച വൈകിട്ട് നടന്ന ആദരസന്ധ്യയിൽ ആരബി എക്സിക്യൂട്ടീവ് അംഗം PP വിജയൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പോയിലൂർ ALP സ്കൂളിലെ മുൻ പ്രധാനാധ്യാപികയായിരുന്ന CP വിജയ ടീച്ചറെയും സമാധാനം പരമേശ്വരൻ അവാർഡ് ജേതാവ് PV ശ്രീധരവാര്യരെയും താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയും പാലിയേറ്റീവ് പ്രവർത്തക അവാർഡ് ജേതാവുമായ സത്യനാഥൻ മാസ്റ്ററെയും ആദരിച്ചു. തുടർന്ന് പ്രതിഭകളെ അനുമോദിക്കൽ ചടങ്ങും നടന്നു. ആരബി എക്സിക്യൂട്ടീവ് അംഗം V രമേശ് സ്വാഗതവും
ആരബി ഗ്രന്ഥശാല സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുടർന്ന് തിരുവനന്തപുരം നവോദയ അവതരിപ്പിച്ച കലുങ്ക് എന്ന നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ നഗരിപ്പുറം തിരുനാരായണപുരം വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. കലിയത്ത് പരമേശ്വരൻ നമ്പൂതിരി, ശ്രീജാഹരി നമ്പൂതിരി, മൂർക്കന്നൂർ പ്രസാദ് നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരാണ്. 21ാമത്തെ യജ്ഞമാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 4:30 കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. 6:30 താലപ്പൊലിയേന്തിയ 100ഓളം ഭക്തരുടെ അകമ്പടിയോടെ ആചാര്യന്മാരെ ഉപചാരപൂർവ്വം വേദിയിലേക്ക് ആനയിച്ചു. തുടർന്ന് യജ്ഞാചാര്യൻ ഭദ്രദീപം തെളിയിച്ച് യജ്ഞപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുൻഗാമികളായ 20 പേരെ ഗുരുവായൂർ മുൻ മേൽശാന്തി മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി ഉപഹാരം നൽകി ആദരിച്ചു. ഗിരീഷ് പാലാരി ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. സംഗീതജ്ഞൻ മണ്ടൂർ രാജകുമാരനുണ്ണി, ഡോക്ടർ സദനം ഹരികുമാർ, ക്ഷേത്രം പ്രസിഡന്റ് LP അഷ്ടമൂർത്തി, സെക്രട്ടറി അരവിന്ദാക്ഷൻ, ജയശ്രീ അഷ്ടമൂർത്തി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഇത് നമ്മുടേതാണ്, ഇത് നമ്മളാണ് എന്നുള്ള ഓർമ്മയിൽ നമ്മളെല്ലാം സഹകരിച്ച് പ്രവർത്തിച്ച് കാണുന്നതിൽ അത്യധികം സന്തോഷമുണ്ട്. ഈ ഒത്തുചേരലിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിന്റെയും ഒരു നാടിന്റെയും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഇത്തരം ചിന്തകളെ മോശമാണ് എന്ന് തോന്നുന്ന തരത്തിൽ ശാസ്ത്രമാണ് എല്ലാം, മറ്റതെല്ലാം അന്ധവിശ്വാസങ്ങളാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ബുദ്ധിയുടെ ലക്ഷണമായി കണക്കാക്കുന്ന ഒരു കാര്യം. സന്തോഷകരമായിട്ടൊരു അനുഭവം അദ്ദേഹത്തിന് വീണ്ടും ഇവിടെ കാണാൻ സാധിച്ചു. കൃഷ്ണന്റെ അനുഗ്രഹം ഇല്ലാതെ ഒരടി നമുക്ക് മുന്നോട്ട് വയ്ക്കാനും സാധിക്കില്ല, ഒന്നും ചിന്തിക്കുവാനും കൂടി സാധിക്കില്ല. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞ പോലെ നമ്മളെല്ലാം ഈ ലോകത്തിലെ ഇതിൻ്റെ തുച്ഛ സുഖങ്ങളിലെ പലരും മുങ്ങി ശരിക്കുള്ള ഈശ്വരനെ അറിയാതെ മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് ദീപാരാധന, ഭാഗവത പാരായണവും എന്നിവയും ഉണ്ടായി. തിങ്കളാഴ്ച വരാഹാവതാരം, ചൊവ്വാഴ്ച കൃഷ്ണഭാവതാരം, ബുധനാഴ്ച നരസിംഹാവതാരം, വ്യാഴാഴ്ച ശ്രീകൃഷ്ണാവതാരം, വെള്ളിയാഴ്ച രുക്മിണി സ്വയംവരം, ശനിയാഴ്ച കുചേലോപാഖ്യാനം എന്നിവയും നടക്കും. അന്ന് വൈകിട്ട് കലാസ്വദനം അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും ഉണ്ടാകും. ഫെബ്രുവരി 2 കൽക്കി അവതാരത്തോടെ സമാപനമാകും. യജ്ഞച്ചടങ്ങുകൾ നടക്കുന്ന എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന കോട്ടായി പഞ്ചായത്തിലെ അയ്യങ്കുളം വലിയപറമ്പ് കോഴിയോട് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾക്ക് MLA ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ അനുവദിച്ചു. നവീകരണ പ്രവൃത്തികൾ മാർച്ച് മാസത്തിൽ തുടങ്ങുമെന്ന് കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് അറിയിച്ചു. കുണ്ടും കുഴികളും നിറഞ്ഞ് കാൽനടയാത്ര പോലും ദുഷ്കരമായ റോഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന് വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യമാണ്. MLA ഫണ്ടിൽ നിന്നും ആദ്യം 45 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. പിന്നീട് 30 ലക്ഷമാക്കി ചുരുക്കി. 15 ലക്ഷം കാവശ്ശേരി പഞ്ചായത്തിന് നൽകുകയായിരുന്നു. അയ്യങ്കുളം വലിയപറമ്പ് കോഴിയോട് റോഡിന്റെ പണി മാർച്ച് മാസത്തിൽ തുടങ്ങുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച പാലക്കാട് വണ്ണാമട സ്വദേശിനി നിർമ്മലയുടെ കുടുംബത്തിന് തിരുപ്പതി ദേവസ്വം ബോർഡ് ധനസഹായം എത്തിച്ചു. ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ സംഘം വണ്ണാമട വെള്ളാരങ്കൽമേട്ടിലെ വീട്ടിലെത്തിയാണ് ധനസഹായം കൈമാറിയത്. തിരുപ്പതി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി ദർശനത്തിന് ടോക്കൺ എടുക്കുന്നതിനിടെയാണ് വണ്ണാമട വെങ്കാരങ്കൽമേട് നിർമ്മല തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത്. ഇവരുടെ കുടുംബത്തിനുള്ള ധനസഹായം തിരുപ്പതി ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ സംഘം വണ്ണാമട വെള്ളാരങ്കൽമേട്ടിലെ വീട്ടിലെത്തി കൈമാറി. ഭർത്താവ് ഷൺമുഖസുന്ദരം, മകൾ കൗശിക എന്നിവർക്കാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ച തിരുപ്പതി ക്ഷേത്രം ദേവസ്വത്തിൻ്റെ വകയായ 25 ലക്ഷം രൂപയും ദേവസ്വം ബോർഡ് മെമ്പർ പ്രശാന്ത് റെഡ്ഡിയുടെ വക 2 ലക്ഷം രൂപയും ഉൾപ്പെടെ 27 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയത്. തിരുമല തിരുപ്പതി ദേവസ്വം ബോർഡ് അംഗങ്ങളായ P. രാമമൂർത്തി തിരുപ്പൂർ, വൈദ്യം ശാന്താറാം, A. നാഗേഷ് കുമാർ എന്നിവർ ചേർന്ന് കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ തുക കൈമാറി. കുടുംബത്തിലെ ഒരാൾക്ക് ദേവസ്വം വകുപ്പിൽ ജോലിയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. രേഖകൾ കൈമാറുന്ന മുറയ്ക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ജോലി നൽകുമെന്നും വരുന്ന 2 വർഷ കാലയളവിനുള്ളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ഈ കുടുംബത്തിന് VIP പരിഗണന നൽകുമെന്നും ദേവസ്വം ബോർഡ് അംഗങ്ങൾ അറിയിച്ചു. തമിഴ്നാട് തീരുമാൾ അടിയോർകൾ സംഘം പ്രസിഡന്റ് പൊള്ളാച്ചി KB ശ്രീനിവാസൻ,
5 മൈൽ എസ് സെന്തിൽകുമാർ, എൻ നടേശൻ, RSS ജില്ലാ പ്രചാർ പ്രമുഖ് എസ് ദിനേശ് ബാബു, BJP മണ്ഡലം പ്രസിഡന്റ് AK മോഹൻദാസ്, M ബാലകൃഷ്ണൻ, K ഷിനു, ബാബു ഗോപാലപുരം, P വിചിത്രൻ, A അഭിലാഷ്, C അയ്യാസ്വാമി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലക്കിടി ശ്രീശങ്കര ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 109ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ചടങ്ങിൽ വിരമിക്കുന്ന അധ്യാപകരായ K ജയലക്ഷ്മി, K പ്രീതി എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. അഡ്വക്കേറ്റ് K പ്രേമകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റെന്തു ധനമാണെങ്കിലും നമുക്ക് അത് കവർന്നു കൊണ്ടുപോകാൻ പറ്റും. എൻ്റെ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ സ്വർണം അല്ലെങ്കിൽ ഡയമണ്ട്, മറ്റെന്തെങ്കിലും അത്തരത്തിൽ മൂല്യവത്തായ സാധനം ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് അത് മോഷ്ടിച്ചെടുക്കാൻ പറ്റും. വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ നിങ്ങൾ നന്നായി പഠിച്ച് അക്കാദമികമായിട്ടുള്ള നിലവാരവും സാമൂഹ്യ പ്രതിബദ്ധതയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരിക്കലും ആ ധനത്തെ മോഷ്ടിച്ചെടുക്കാൻ കഴിയില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് അധ്യക്ഷത വഹിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ശിവപ്രസാദ് പാലോട് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M രാമകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം AP ബാലൻ, പ്രധാനാധ്യാപിക N ഇന്ദുലേഖ, PTA പ്രസിഡന്റ് TV തോമസ്, K ജ്യോതി, K സുനിൽകുമാർ, K റാഹിൽ, PK അജിത്, K ജയലക്ഷ്മി, K പ്രീതി എന്നിവർ സംസാരിച്ചു. ഡിഗ്രി 1ാം റാങ്ക് നേടിയ MS ശ്രീദത്തിനെയും മികച്ച വിദ്യാർത്ഥികളെയും ആദരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തുള്ളലാചാര്യൻ കോങ്ങാട് കുമാരനാശാന്റെ 25ാം അനുസ്മരണ പരിപാടികൾ ലക്കിടി കുഞ്ചൻ സ്മാരക വായനശാലയിൽ നടന്നു. ഡോക്ടർ സദനം ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. കുമാരനാശാനെ സംബന്ധിച്ച്, കോങ്ങാട് കുമാരനാശാനെ സംബന്ധിച്ചിടത്തോളം കോങ്ങാട് കുട്ടപ്പൻ ആശാന്റെ ശിഷ്യനായി പഠിക്കുകയും അന്നത്തെ കാലത്തുണ്ടായിരുന്ന മലബാർ രാമൻ നായർ അദ്ദേഹത്തിൻ്റെയും അതുപോലെ PK പൊതുവാൾ ആ കലാകാരന്മാരുടെയൊക്കെ ശേഷമായിരിക്കാം ചിലപ്പോൾ കോങ്ങാട് കുമാരൻ നായരാശാൻ ഓത്തൻതുള്ളൽ മേഖലയിലേക്ക് വന്നിട്ടുണ്ടാവുക. ശരീര സൗഭാഗ്യം കൊണ്ടും മുഖ സൗന്ദര്യം കൊണ്ടും മലബാർ രാമൻ നായരാശാൻ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടുവെങ്കിൽ PK പൊതുവാളെ സംബന്ധിച്ചിടത്തോളം അഭ്യാസബലം കൊണ്ടും ആ പെർഫെക്ഷൻ കൊണ്ടുമാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധേയനായത് എന്ന് നമുക്കൊക്കെ ഒരു പരിധിവരെ തുള്ളൽ കലയുടെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. കുഞ്ചൻ സ്മാരക സമിതി പ്രസിഡന്റ് ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. കഥകളി ആചാര്യൻ കല്ലുവഴി വാസു അനുസ്മരണ പ്രഭാഷണം നടത്തി. വിശ്വനാഥൻ നായർ, KGS നമ്പൂതിരി, R നാരായണൻ, P അനിൽകുമാർ, K ശ്രീവത്സൻ, അനുസ്മരണ സമിതി സെക്രട്ടറി ശൈലജാദേവി, കലാസമിതി സെക്രട്ടറി N സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ സദനം ഹരികുമാർ, കല്ലുവഴി വാസു, കലാമണ്ഡലം സോമൻ, മുതിർന്ന ഇലത്താള കലാകാരൻ കിള്ളിക്കുറിശി ശിവശങ്കരൻ നായർ, സാരംഗി ലക്ഷ്മി നന്ദ എന്നിവരെ വേദിയിൽ ആദരിച്ചു. സാരംഗി പ്രജിത്തിന്റെ ഓട്ടംതുള്ളൽ, ലക്ഷ്മി നന്ദയുടെ സോപാന സംഗീതം എന്നിവയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. അനുസ്മരണത്തിന് ശേഷം കലാമണ്ഡലം ശിവദാസിന്റെ പറയൻതുള്ളൽ, ശിവദം തിരുവാതിരക്കളി സംഘത്തിന്റെ തിരുവാതിരകളി, ശിവാനി പ്രദീപ് അവതരിപ്പിച്ച പൂതനമോക്ഷം കഥകളിയും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. RSS നേതൃത്വം ഇടപെട്ടു. പാലക്കാട്ട് BJPയിലെ പൊട്ടിത്തെറി സമവായത്തിലേക്ക്. വിമതയോഗം വിളിച്ച കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ രാജിവെക്കില്ല. കരുതലും കൈത്താങ്ങും പട്ടാമ്പി താലൂക്ക് പരാതി പരിഹാര അദാലത്ത് തുടങ്ങി. അദാലത്ത് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ. നിയമം കർശനമായി പാലിച്ച് പരമാവധി പരാതികൾ തീർപ്പാക്കുമെന്ന് മന്ത്രി MP രാജു. കോതക്കുറിശ്ശിയിൽ SDPI ഷൊർണൂർ മണ്ഡലം കമ്മിറ്റിയുടെ അംബേദ്കർ സ്ക്വയർ പരിപാടി സംഘടിപ്പിച്ചത് ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന തലക്കെട്ടിൽ. ഭരണഘടനയ്ക്ക് നേരെ ഉയരുന്ന വെല്ലുവിളികൾ ശക്തമായി പ്രതിരോധിക്കപ്പെടണമെന്ന് നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുക. നമസ്കാരം.